ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബേബി ഫ്രോക്കിന്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഇത് ഞാൻ 4 to 5 ഇയേഴ്സിന്റെ സൈസിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു ഫ്രോക്കിന് വേണ്ടി ഞാനിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോറ കോട്ടണിലെ ഹാർഡ് ബൂട്ടീസ് എന്ന മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും 1.5 മീറ്റർ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ലൈനിങ് ഫാബ്രിക് വാങ്ങിക്കുന്ന സമയത്ത് 1 മീറ്ററോ 1.25 മീറ്ററോ വാങ്ങിച്ചാൽ മതിയാവും. എൻ്റെ കയ്യിൽ ഓൾറെഡി ഫാബ്രിക് ഉള്ളത് കൊണ്ടാണ് ഞാൻ 1.5 മീറ്റർ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ലൈനിങ്ങിലെ യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഇതുപോലെ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യോക്കിന്റെ ലെങ്ത് 9 ഇഞ്ചസ് ആണ് വേണ്ടത്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് സ്കേർട്ട് പാർട്ടായിട്ട് ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിന് ജോയിനിങ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഷോൾഡർ ജോയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് ആഡ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ 9.5 ഇഞ്ച് യോക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അത് സ്ട്രൈറ്റ് ലൈൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഷോൾഡർ ആയിട്ട് 4.5 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത്. എം ഹോളിന് വേണ്ടിയിട്ട് 5 ഇഞ്ചസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോളിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ട് ചെസ്റ്റിലേക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. 5.75 ആണ് വേസ്റ്റിന്റെ വിഡ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് തയ്യൽ തുമ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. വേസ്റ്റിന്റെ സൈഡിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചേച്ചി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത് 2.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നതാണ്. നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നെക്കിന്റെ ലെങ്ത് 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും നെക്ക് ഒരേ ലെങ്ത് ആണ് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ആം ഹോളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ലൈനിലെ ആം ഹോളിന്റെ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഞാൻ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആം ഹോളിനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ ഇതുപോലെ 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിനും ബാക്കിലേക്കും ഒരേ ലെങ്ത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിൽ ഓപ്പൺ ഒന്നും കൊടുക്കുന്നില്ല. കാരണം അല്ലാണ്ട് തന്നെ നമുക്ക് തല കടത്തിവിടാൻ പറ്റും. ഇനി ഞാൻ മെയിൻ ഫാബ്രിക് ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞാൻ എടുത്ത സെയിം മെറ്റീരിയൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ മെറ്റീരിയലിന്റെ പ്രിന്റ് ഇതേപോലെ ഒരേ ഡയറക്ഷനിലേക്ക് വരുന്ന വിധത്തിൽ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കിലും ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും പ്രിന്റ് വന്നിട്ടുണ്ടാവുക. എനിക്ക് ഈ ഫ്രോക്കിന്റെ ഫുൾ ലെങ്ത് വേണ്ടത് 25 ഇഞ്ചസ് ആണ്. അതിൽ നിന്ന് ഞാൻ യോക്കിന്റെ ലെങ്ത് ആയ 9 ഇഞ്ചസ് മൈനസ് ചെയ്തു. അപ്പൊ എനിക്ക് 16 ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട്. യോക്കും സ്കേർട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. പിന്നെ താവും മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അങ്ങനെ 16ന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 17.5 ആണ് ഞാൻ സ്കേർട്ടിന്റെ ലെങ്ത് ആയിട്ട് എത്തിയിട്ടുള്ളത്. സ്കേർട്ടിന്റെ വിഡ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി പാർട്ട് എടുത്തിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ വേസ്റ്റിന്റെ അളവെടുത്ത് നോക്കാം. അപ്പൊ എനിക്ക് 14 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. സ്കേർട്ടിന്റെ വിഡ്ത് എടുക്കുന്ന സമയത്ത് മിനിമം വേസ്റ്റിന്റെ ഇരട്ടിയെങ്കിലും എടുക്കണം. എനിക്ക് 14 ആണ് കിട്ടിയത്. അതിന്റെ ഇരട്ടി 28 ആണ്. ഞാൻ ഇവിടെ ഒരു 36 എടുത്തിട്ടുണ്ട്. ലൈനിങ് ഫാബ്രിക്കും ഞാൻ ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്കേർട്ട് പാർട്ടിനേക്കാൾ 2-3 ഇഞ്ച് കുറഞ്ഞതാണ്. ഞാൻ 15 ഇഞ്ചസ് ആണ് ലൈനിങ്ങിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിന്റെ വിത്തും ഞാൻ മെയിൻ ഫാബ്രിക്കിന്റെ സെയിം വിത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇനിയിപ്പോ 1 മീറ്റർ ഫാബ്രിക് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം വിത്ത് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് വിത്ത് കിട്ടുന്നത് അത് എടുത്താൽ മതി. ബോഡി പാർട്ടിൽ നമ്മൾ 2 സ്ട്രാപ്പ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡി പാർട്ടിന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് ആ ഒരു സ്ട്രാപ്പിന്റെ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ബോഡി പാർട്ടിന്റെ ലെങ്ത് 9.5 ഇഞ്ചായിരുന്നു. അതിന്റെ ഇരട്ടി 19 ഇഞ്ചിലാണ് ഈ സ്ട്രാപ്പിന്റെ ലെങ്ത് എടുക്കുന്നത്. ഈ സ്ട്രാപ്പിന്റെ വിസിബിൾ വിഡ്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അപ്പൊ അത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇരട്ടി 2 ഇഞ്ച് വരും. പിന്നെ 2 സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വീതം കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 3 ഇഞ്ചിലാണ് സ്ട്രാപ്പിന്റെ വിഡ്ത് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ 19 ഇഞ്ച് ലെങ്ത്തിലും 3 ഇഞ്ച് വിഡ്ത്തിലും 2 പീസുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്ട്രാപ്പിന്റെ സൈഡിൽ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇരട്ടി ലെങ്ത്തിൽ 2 പീസ് കട്ട് ചെയ്ത് വെക്കണം. ഈ സ്ട്രാപ്പിന്റെ ലെങ്ത് വരുന്നത് 19 ഇഞ്ചാണ്. അതിന്റെ ഇരട്ടി 38 ഇഞ്ചാണ് ഈ ഒരു സ്ട്രാപ്പിന്റെ ലെങ്ത് എത്തിയിട്ടുള്ളത്. ഈ ഒരു പീസിന്റെ വിഡ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഫ്രില്ലിന്റെ വിഡ്ത് വേണ്ടത് അതിനോട് 1 ഇഞ്ച് കൂട്ടിയതാണ്. അപ്പൊ എനിക്ക് ഫ്രില്ലിന് 3 ഇഞ്ച് വിഡ്താണ് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് 2 സൈഡിലും തയ്യൽ തുമ്പോടെ കൂട്ടിയിട്ട് ഞാൻ ടോട്ടൽ 4 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ 2 സൈഡിലും ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് 2 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രോക്കിന്റെ ബാക്കിലെ 2 സൈഡിലും വള്ളി വെക്കാൻ വേണ്ടിയിട്ട് 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് ഏകദേശം ഒരു 20 ഇഞ്ചസ് എടുക്കാം. വിഡ്ത് 4 ഇഞ്ചസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 പീസ് എടുക്കണം. ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ബോഡി പാർട്ടിലെ നല്ല വശത്തിന് മുകളിൽ ലൈനിങ് ചേർത്ത് വെച്ചിട്ട് ഈ സൈഡിലൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടില് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോട്ട്സ് ഇട്ടതിന് ശേഷം നല്ല വശം മറിച്ചിടാം. എന്നിട്ട് അരികിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ 2 പീസും ചെയ്തെടുക്കാം. ബോഡിയിൽ അറ്റാച്ച് ചെയ്യാനുള്ള സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിന്റെ രണ്ടറ്റവും അരയിഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നേരെ പകുതിയാക്കി മടക്കിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ 2 പീസും അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും ഒന്നിച്ച് നേരെ പകുതിയാക്കി മടക്കി കൊടുത്തു. എന്നിട്ട് ഇതിന്റെ ഓപ്പൺ സൈഡിൽ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ സൈഡിലൂടെ ലോങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഫ്രില്ലിടുന്നതിന് മുമ്പ് നമ്മൾ ഇതിന്റെ അറ്റം മടക്കി തയ്ക്കണമായിരുന്നു. അരയിഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെ ചെറുതായിട്ട് 1/4 ഇഞ്ചിലാണ് മടക്കി തയ്ക്കേണ്ടത്. എന്നോട് ഇവിടെ മടക്കി തയ്ക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ അവിടെ ഓൾറെഡി സെൽഫ് വെച്ച് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ മടക്കി തയ്ച്ചിട്ടില്ല കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു ത്രെഡ് വലിച്ചിട്ട് ഇതുപോലെ ഫ്രിൽസ് ആക്കി എടുക്കാം. നമ്മൾ ഫ്രില്ല് വെക്കുന്ന സ്ട്രാപ്പിന്റെ ലെങ്ത് 19 ഇഞ്ചസ് ആണ്. അതുകൊണ്ട് ഈ ഫ്രില്ല് 19 ഇഞ്ചസ് ലെങ്തിലാണ് ചെയ്തെടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രിൽസ് ലൂസായി പോകാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സ്ട്രാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ഫ്രില്ല് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് ചെയ്തു. ഇതേപോലെ മറ്റേ സൈഡ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി പാർട്ട് ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കിയതിന് ശേഷം സെന്റർ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഈ സെന്ററിന്റെ 2 സൈഡിലുമായിട്ട് നെക്ക് വിത്തായ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാണ്. എന്നിട്ട് ഈ മാർക്കിങ്ങിൽ ഈ സ്ട്രാപ്പ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബോഡി പാർട്ടിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. സൈഡിലെ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നേരെ പകുതിയാക്കി മടക്കി കൊടുത്തു. എന്നിട്ട് ഇതിന്റെ ഒരു സൈഡിൽ ഞാൻ 1 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കാണ്. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഇതിന്റെ ഇപ്പുറത്തെ അറ്റത്തേക്ക് എത്തുമ്പോഴേക്ക് ഇങ്ങനെ വീതി കൂട്ടി കൂട്ടി കൊണ്ടുവരണം. എന്നിട്ട് ലാസ്റ്റ് അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വെച്ചിട്ട് എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാണ്. എന്നിട്ട് നല്ല വശം മറിച്ചിടാം. നല്ല വശം മറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി. സ്കേർട്ട് പാർട്ടിൽ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഗാദറിംഗ് ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് 80 റുപ്പീസ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ ഫ്രില്ലിടുന്ന സമയത്ത് ഈ ഒരു ഫൂട്ടിന്റെ കാര്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഇത് യൂസ് ചെയ്യാനുള്ളത്. ഇത് അംബ്രല്ല മെഷീനിൽ യൂസ് ചെയ്യുന്ന ഫൂട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് നോർമൽ മെഷീനിലും ഇതുപോലുള്ള ഫൂട്ട്സ് വാങ്ങിക്കാൻ കിട്ടും. നോർമൽ ഫൂട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ഈ ഗാദറിംഗ് ഫൂട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറെയും ഗാദറിംഗ് ഫൂട്ട്സ് എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് പ്ലീറ്റ്സ് ഉള്ള വീഡിയോ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഇനിയിപ്പോ നിങ്ങളെ കയ്യിൽ ഇതുപോലുള്ള ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ത്രെഡ് വലിച്ചിട്ടുള്ള ഫ്രിൽസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. സ്കേർട്ട് പാർട്ടിന്റെ മെയിൻ മെറ്റീരിയൽ ഞാൻ എത്തിയിട്ടുണ്ട്. എന്നിട്ട് 1 ഇഞ്ച് ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. നിങ്ങൾക്ക് നല്ല അടുത്തടുത്തായിട്ടുള്ള ഗാദേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മെഷീന്റെ ടെൻഷൻ ഇതുപോലെ ഒന്ന് കൂട്ടി കൊടുക്കണം. അതേപോലെ തന്നെ സ്റ്റിച്ചിന്റെ ലെങ്ത് മാക്സിമത്തിലും വെച്ച് കൊടുക്കണം. ഇനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ വലിച്ചു പിടിക്കാൻ പാടില്ല. ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വിട്ടുകൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെ മെറ്റീരിയൽ ഗാദേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റിച്ച് എൻഡ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ 1 ഇഞ്ച് ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഗാദേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കാം. വേസ്റ്റിന്റെ അളവ് 14 ആയിരുന്നു. അതുകൊണ്ട് ഈ ഗാദേഴ്സ് ഇട്ട് കഴിയുമ്പോൾ 14 ആണ് കിട്ടേണ്ടത്. അപ്പൊ എനിക്ക് 13 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രില്ലൊന്ന് ലൂസ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അളന്ന് നോക്കുമ്പോൾ എനിക്ക് 14 തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ലൈനിങ് ഗാദേഴ്സ് ആക്കി മാറ്റാണ്. ലൈനിങ് ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഒന്നും നിർബന്ധമില്ല. നമുക്ക് നോർമൽ പ്ലീറ്റ്സ് ഇട്ടാലും മതി. ഇനി സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അപ്പൊ ബോഡി പാർട്ടിന്റെ നല്ല വശത്തിന് മുകളിൽ സ്കേർട്ട് പാർട്ടിന്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് മെയിൻ ഫാബ്രിക് ആണ് വെച്ചിട്ടുള്ളത്. അതിന്റെ മുകളിലായിട്ട് ലൈനിങ് കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരയിഞ്ച് വിഡ്ത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൽ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈനിങ്ങും സ്കേർട്ട് പാർട്ടിന്റെ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബോഡി പാർട്ടിന്റെ ലൈനിങ്ങും സ്കേർട്ട് പാർട്ടിന്റെ ലൈനിങ്ങും തമ്മിൽ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻവിസിബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ബാക്ക് സൈഡിൽ ഇതുപോലെ വള്ളി വെച്ച് കൊടുക്കണം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഫ്രില്ല് ഇതുപോലെ മാറ്റി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്രില്ലും അതിന്റെ കൂടെ സ്റ്റിച്ച് ആയി പോവും. 1 ഇഞ്ച് ആയിരുന്നു നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 ഇഞ്ച് വിട്ടിൽ സ്റ്റിച്ച് ചെയ്യാണ്. സ്കേർട്ട് പാർട്ടിന്റെ 2 മെയിൻ ഫാബ്രിക്കും 2 പീസ് ലൈനിങ് കൂടിയിട്ട് 4 പീസ് ഫാബ്രിക് ഉണ്ടാവും. അതെല്ലാം ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ വേസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ച് എത്തുന്ന സമയത്ത് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സ്കേർട്ട് പാർട്ടിന്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഇതുപോലെ മുകളിലേക്ക് മടക്കി കൊടുക്കാം. അപ്പൊ ഇത് മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ലൈനിങ് പീസ് മാത്രം ഇതുപോലെ മുകളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിൽ നിന്നും ഞാൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 1/2 ഇഞ്ച് വിത്തിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്ത അവിടെ എത്തും. അവിടെ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് ലൈനിങ്ങിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ലൈനിങ്ങിന്റെയും മെയിൻ ഫാബ്രിക്കിന്റെയും താവ് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ അടിപൊളിയായിട്ട് ഒരു സിമ്പിൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഫാൻസി ടൈം മെറ്റീരിയലാണ് ചെയ്യുന്നതെങ്കിൽ ഈ സ്ട്രാപ്പിൽ എന്തെങ്കിലും ലൈസ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നാണ് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.